ഹായ് ജോസ്മി ഹിയർ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ജോഡൂന് ഉപയോഗിക്കുന്ന ബേബി ലോണ്ട്രി ഡിറ്റർജൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ഏതാണ് ഉപയോഗിക്കുന്നത്, നല്ലത് ഏതാണ് എന്നുള്ളത്. അപ്പം കുറച്ച് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇവിടെയും അവൈലബിൾ ആണ്, നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. സോ കൂടുതലൊരു റിവ്യൂവും കൂടെ പറയാം എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് പേഴ്സണലി എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്നും കൂടെ പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വീഡിയോട്ട് പോയാലോ. വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ജോഡൂൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേബി ലോണ്ട്രി ഡിറ്റർജൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബേബി ഹഗിൻ്റെ ഈ ഒരു ഡിറ്റർജൻറ്റാണ്. ഇതിപ്പം 1 ലിറ്ററിൻ്റെ ആണ്. ഞാൻ 1.5 ലിറ്ററിൻ്റെ ഒന്നിച്ച് ഞാൻ വാങ്ങിയതായിരുന്നു. ആ 1/2 ലിറ്ററിൻ്റെ തീർന്നു. അപ്പം ഇത് ബാക്കി 1 ലിറ്റർ അതേപടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ടു ബി ഫ്രാങ്ക്, എനിക്ക് ഈ ഒരു ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ന്യൂ ആണ്. ജോഡു ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. പിന്നെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ബ്രാൻഡും അറിയണമെന്നൊന്നുമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണല്ലോ പല ബ്രാൻഡുകളും നമുക്ക് ഫെമിലിയർ ആവുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജോഡുവിന് വേണ്ടി ഓരോ സാധനങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകൾ പലപ്പോഴും ബൈ 1 ഗെറ്റ് 1 ഓഫർ, അല്ലെങ്കിൽ 90% ഓഫർ, അല്ലെങ്കിൽ 75% ഓഫർ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇത്രയും ഇവർ ഓഫറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ നമുക്ക് തരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഓഫറല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. എന്തായാലും ഫസ്റ്റ് ക്രൈ അല്ലേ, അത്ര മോശം ആവത്തില്ലല്ലോ എന്ന് ധരിച്ചിട്ടാണ് ഞാൻ ബേബി ഹഗിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സോപ്പ് വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ അത് കുഞ്ഞുങ്ങൾക്കുള്ള ബാത്ത് സോപ്പ് വാങ്ങിയിട്ടുണ്ട്, ടൂത്ത് ബ്രഷ് വാങ്ങിയിട്ടുണ്ട്, ജോനുള്ള ടൂത്ത് ബ്രഷ് വാങ്ങിയിട്ടുണ്ട്, അവർക്ക് ജോനുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ജോഡുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ ബേബി ഹഗിൻ്റെ കുറേ പ്രോഡക്റ്റ്, വൈപ്സും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഒരു സംഭവം ലോക്കലല്ല, സംഭവം സ്റ്റാൻഡേർഡ് തന്നെയാണെന്നുള്ളത് മനസ്സിലായി. മെയിനായിട്ട് ഡയപ്പർ വലിയ ഓഫറാണ് ഇവരുടെ. അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ ഇവരുടെ ഈ ഒരു ഡിറ്റർജൻറ്റും കൂടെ ഇത് ട്രൈ ചെയ്യാമെന്ന് കരുതി വാങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പല ഡിറ്റർജൻറ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പല ബ്രാൻഡിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു കൂൾ, പിന്നെ ഏതാണ് മാമഅർത്തിൻ്റെ, അങ്ങനെ 2-3 ബേബി ഡിറ്റർജൻറ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഓഫർ കണ്ടപ്പോഴാണ് ഞാൻ ഇതും കൂടി ഒന്ന് വാങ്ങാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്തപ്പോൾ എനിക്കിത് നല്ല പോലെ നമുക്ക് വേർത്തായിട്ട് തോന്നി. അതായത് നമ്മൾ ക്യാഷ് മുടക്കി കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഡിറ്റർജൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പം പെട്ടെന്ന് തീർന്നു പോകും. ഒന്നാമത് ലിക്വിഡാണ്, പെട്ടെന്ന് തീർന്നു പോകും. കാരണം അത് കുറച്ച് പതയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മൾ കുറച്ച് അധികം ഒഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എനിക്ക് മനസ്സിലായത് വളരെ കുറച്ച് മാത്രമേ ലിക്വിഡ് ആവശ്യമുള്ളൂ. വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു മെഷീനിൽ ഒരു ഹാഫ് പോർഷനോളം തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് മാത്രമേ ലിക്വിഡിന് ആവശ്യമുള്ളൂ. കാരണം ഇത് ഭയങ്കരമായിട്ട് പതയാവുന്നുണ്ട്. മാത്രമല്ല സ്മെല്ല് വലിയ കാര്യമായിട്ടില്ല കേട്ടോ. സ്മെല്ല് എന്ന് പറയാൻ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇതുവരെ മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഇത് വളരെ ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വൺസ് നമ്മളൊരു ക്യാഷ് മുടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു ഞാനൊരു 1 ലിറ്ററിൻ്റെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1.5 മാസത്തോളം ഈ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഡയറക്റ്റ്ലി മെഷീനിലോട്ട് എടുത്ത് ഇടുവല്ല ചെയ്യുന്ന. അതിനുമുമ്പ് എനിക്ക് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ജോഡുവിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ മെഷീനിലോട്ട് ഇടാറുള്ളൂ. എങ്കിൽ കൂടെയും എനിക്ക് ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം. കാരണം അല്ലെങ്കിൽ ഇച്ചിരി അധികം നമ്മൾ എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ഫുള്ള് പത കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പം വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇവിടെ കിട്ടുന്ന ഈ ഒരു ബോട്ടിൽ നമ്മുടെ MRP എഴുതി വെച്ചിട്ടുണ്ട്. ഈ MRP എഴുതി വെച്ചിരിക്കുന്ന ₹400, 495. എനിക്കൊന്ന് ഡയറക്റ്റ് മിക്കാറ് അവിടെ നിന്ന് അയക്കുന്നതാണോ, നമ്മളിവിടുന്ന് ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് ഡേ എനിക്ക് കിട്ടാറുണ്ട് സംഭവം. ഇപ്പോൾ ഇതെന്താ അവിടുന്ന് ഡയറക്റ്റുള്ള സംഭവം ഇവിടെ വരുത്തിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ ഏതായാലും സംഭവം എനിക്കറിയത്തില്ല, എന്നാൽ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ്. ഏതായാലും 495 1 ലിറ്ററിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിലും ഈ സാധനം അവൈലബിൾ ആണ്. ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ഇവിടെയും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും, പിന്നെ മാത്രമല്ല കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ നേരത്ത് ഞാനൊരു ബേബി കെയർ ഇട്ടിട്ടാണ് ഞാൻ മെഷീനിൽ വാഷ് ചെയ്യാറുള്ളത്. കാരണം ക്വിക്ക് വാഷൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്റ്റെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ. വാഷിംഗ് മെഷീൻ ഓഫ് കോഴ്സ് മര്യാദയ്ക്ക് വൃത്തിയാവത്തില്ല, നമുക്കറിയാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഷീനിലോട്ട് ഞാൻ കൊണ്ടുപോയി ഇടാറുള്ളത്. അപ്പോൾ ഞാൻ ക്വിക്ക് വാഷിൽ ഇപ്പോൾ ഇൻ കേസ് ഞാൻ ആ പ്രോസസ്സിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ മെഷീനിലോട്ട് ഇട്ടാലും ക്വിക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവമാണെങ്കിൽ തന്നെയും പോകത്തില്ല. സ്റ്റെയിൻ അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളതൊരു ബേബി കെയർ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ അങ്ങാണ്ട് ഉണ്ടല്ലോ.
അത് ഓപ്ഷനിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്റ്റെയിനൊക്കെ നന്നായിട്ട് പോയി നല്ലപോലെ വൃത്തിയായി നമ്മുടെ കയ്യിൽ സംഭവം കുറച്ച് വെളുത്ത് കൊടുത്തൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഈ ബേബി ഹഗ് എന്ന് പറയുന്ന ഈ ഒരു ഡിറ്റർജൻ്റാണ് ഞാൻ ഇനി ഫ്യൂച്ചറിലോട്ടായാലും ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയും നല്ല ഓഫറാണ്, നമ്മുടെ പോക്കറ്റ് അധികം കാലിയാവത്തില്ല. ഓഫറും ഉണ്ട്, മാത്രമല്ല നമുക്ക് മുടക്കുന്ന പൈസ പെട്ടെന്ന് തീരത്തില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞാൽ പെട്ടെന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമ്മുടെ കയ്യിൽ സംഭവം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെയാണല്ലോ ചൂസ് ചെയ്യുക. പിന്നെ ക്വാളിറ്റി ഓൾസോ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് തരുന്നതുകൊണ്ട് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം ഇതിലും നല്ലതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിന് പകരമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും നല്ലത് കിട്ടുവാണെങ്കിൽ വേറെ ബ്രാൻഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷനായിട്ട് ഓഫറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങുമായിരിക്കും. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബേബി ഹഗിൻ്റെ ഈ ഒരു ബേബി ലോണ്ടറി ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നമുക്ക് വേർത്താണ്. നമ്മൾ പൈസ മുടക്കുമ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ടും കൂടെ നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് റിസൾട്ട് തരുന്നുണ്ട്. കുറച്ചധികം നാൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനും സംഭവമുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്നു മൈൽഡാണ്, ജെൻറ്റിൽ ഓൺ ഹാൻഡ്സ് ആണ്, ജെൻറ്റിൽ ഓൺ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഹൈപ്പോ അലർജനിക് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്, പിന്നെ നാച്ചുറൽ പ്ലാന്റ് ആക്ടിവിറ്റീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോസ്ഫറസ് ആൻഡ് ഫ്ലൂറസൻ ബ്രൈറ്റ്നസ് ഫ്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. റിമൂവ് ടഫ് സ്റ്റെയിൻസ് എന്ന് പറയുന്നുണ്ട്. റിമൂവ് ടഫ് സ്റ്റെയിൻസ് എന്നുള്ളത് അവർ ക്ലെയിം ചെയ്യുന്നത് ഞാൻ പറയുന്നത് കിക്ക് വാഷിലൊന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടഫായിട്ടുള്ള സ്റ്റെയിൻസ് ഒന്നും പോകത്തൊന്നുമില്ല. ടഫ് പോയിട്ട് മൈൽഡായിട്ടുള്ള സ്റ്റെയിൻസ് പോലും പോകത്തില്ല. പക്ഷേ ഈ പറയുന്ന ബേബി കെയറിലൊക്കെ ഇട്ട് കുറച്ച് അധികം നേരം അലങ്ങിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പോയി കിട്ടും. അല്ലാതെ കിക്ക് വാഷിലൊന്നും ഇട്ടാൽ സംഭവം ഒന്നും പോകുന്നില്ല കേട്ടോ. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ജോഡൂൻ്റെ ഡിറ്റർജൻറ്റ് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് അഫോർഡബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടെ പറയട്ടോ. ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടെ റിവ്യൂ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒന്ന് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.